മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ഇന്ന് വിഷുദിനായിട്ട് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകൾ ആശംസിക്കുന്നു. ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വേറൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഞായറാഴ്ചയായിട്ടൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ ക്ലീനാക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി. 3 തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. 4 എണ്ണം ഞാൻ എടുത്ത് വെച്ചെങ്കിലും 3 എണ്ണമാണ് എടുത്തുള്ളൂ. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം മല്ലിയില, പുതിനയില ഇതെല്ലാം കഴുകി ക്ലീനാക്കി അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മട്ടണൊക്കെ കഴുകി ക്ലീനാക്കി അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. ഇതൊരു 3/4 കിലോ മട്ടണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് എടുത്തേക്കണത്. എന്നിട്ട് ഈ മട്ടൺ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കുക്കറിൽ 6 വിസിലടിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാനത് ഈ പാത്രത്തിലേക്ക്, അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് മാറ്റി വെച്ചതാട്ടോ. എല്ലാ പാത്രത്തിൽ കൂടെ ഈ നെയ്യാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതേ കുക്കറിൽ തന്നെ ഞാൻ തക്കാളി, ആദ്യം തന്നെ അരിഞ്ഞ തക്കാളി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സവാള ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളി, അതിൻ്റെ ഇതെല്ലാം കൂടി ചതച്ചില്ല നമ്മൾ, അത് ഇട്ട് കൊടുത്തു. അപ്പോൾ അടിയിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കുക്കറിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് വഴറ്റിയെടുക്കാനുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പോട്ടിലിട്ടിട്ട് തന്നെ ഈ മസാല ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിലടിച്ചെടുത്താൽ മതി. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ കുക്കറിലിട്ടിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് 2 വിസിലടിച്ചെടുത്താൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ഈ പാത്രത്തിലേക്ക്, മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ കുക്കറിൽ വേവിച്ച സവാളയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്നും വരും, നമുക്ക് ജോലിയും സമയവും ലാഭിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ചേർക്കണുള്ളൂ. വേറെ ഒരു പൊടിയും ഈ ബിരിയാണിയിൽ ചേർക്കണില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും മസാല വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അരപ്പെല്ലാം പിടിക്കണവരെയും കുറച്ച് സമയം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് എല്ലാം പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ്. അപ്പോൾ അത് ഇതിലേക്കിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ചോറ് വേവിച്ചെടുത്തത് ഏത് പാത്രത്തിലാണോ വേവിച്ചത് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒരു 3 എണ്ണമൊക്കെ വീതം ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു ഒരു 6 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രാമ്പു കുറച്ച് കൂടി നിൽക്കണം ബിരിയാണിക്ക്, അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ മറ്റേ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ടാണ് നെയ്യിലിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റൈസ് ഇട്ട് വേവിച്ചെടുത്തതാണ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇത് 3/4 കിലോ ഇറച്ചിയല്ലേ ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ 3/4 കിലോ തന്നെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് ചോറ് വേവിച്ച് എടുത്തതാണ്. എന്നിട്ട് ആ ചോറ് ഈ മസാലയുടെ മുകളിലേക്ക് നിരത്തിയിട്ട് പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും നിരത്തി പിന്നെ ഒരു നുള്ള് ഗരം മസാല കേട്ടോ. ഗരം മസാല ഓവറായിട്ട് ഇടരുത്. നമ്മുടെ 2 വിരലുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുമോ അതുപോലെ ഒന്ന് തൂമിച്ച് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടു. വീണ്ടും മല്ലിയിലയും പുതിനയിലയും നിരത്തി നെയ്യും ഗരം മസാലയും ഒന്ന് വിതറിയിട്ട് വീണ്ടും ചോറിട്ടു. അങ്ങനെ ദമ്മാക്കണയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള, വറുത്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കും മക്കൾക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സവാളയൊന്നും വഴറ്റി അങ്ങനെ വറുത്തിടാറില്ല. സമയം എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യും കേട്ടോ. ഇതിനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി സവാളയൊക്കെ വഴറ്റിയെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ കാണിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദമ്മാക്കി 15 മിനിറ്റ് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായി. 15 മിനിറ്റിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുമ്പോൾ
നല്ല ഫ്ലേവറുള്ള അടിപൊളി ബിരിയാണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിക്ക് വേറെ മസാലകളൊന്നും വേണ്ട. നമ്മൾ ഈ ആട്ടിറച്ചിയൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നെയ്യുള്ള ടൈപ്പ് ഇറച്ചി കിട്ടൂലേ, അപ്പോൾ നമ്മളത് കറി വെച്ച് കഴിയുമ്പോൾ ആ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് കുറവായിരിക്കും. കാരണം എല്ലാ പാത്രത്തിലും ഇങ്ങനെ നെയ്യൊക്കെ പിടിച്ച് നമുക്ക് മടുക്കും. അങ്ങനെ കിട്ടണ ഇറച്ചി വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ചോറിലേക്ക് ആ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ഫ്ലേവറോട് കൂടിയ സൂപ്പർ ബിരിയാണി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബീഫായാലും നല്ലതാണ് ബിരിയാണി വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ ബിരിയാണി മാത്രം ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതൊക്കെ കഴിക്കണ സമയത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പപ്പടവും വറുത്തായിരുന്നു, പിന്നെ സർലാസും ഉണ്ടാക്കിയായിരുന്നു. അതൊന്നും പിന്നെയാണ് ചെയ്തത്. അങ്ങനെ ഇന്നലത്തെ ബിരിയാണിയുടെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.